എപ്പോഴെങ്കിലും തിരുവിതാംകൂറിന് ഇനിയും ഏതെങ്കിലും വഴി നമുക്ക് ഭൂമിയോ നാടോ കിട്ടുകയാണെങ്കിൽ അതും പത്മനാഭ പെരുമാളിന് തൃപ്പടിദാനമായിട്ട് സമർപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മരിക്കുന്ന സമയത്തുള്ള 5 നിർദ്ദേശങ്ങളിൽ ഒന്നാണത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ആചന്ദ്രതാരം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയുണ്ടായല്ലോ. തൃപ്പടിദാനം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ തൃപ്പടിദാനം ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയാൻ പറ്റുമോ? ഏത് കാലത്തും അമ്മയെ കൊണ്ടാലും 2 പക്ഷം, എല്ലാം ന്യായീകരിക്കാനും അല്ലെങ്കിൽ ദൂഷിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ കാലവും. മാത്രവുമല്ല, ചരിത്രകാരന്മാരെന്ന് അറിയപ്പെടുന്നവർ അല്ലെങ്കിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവകാശപ്പെടുന്ന ചരിത്രകാരന്മാർ എല്ലാ കാലവും ഉണ്ടല്ലോ. ചരിത്രത്തിനെ വളച്ചൊടിച്ച് മഞ്ഞച്ചായം തേക്കുന്ന എന്താ പറയുന്ന ഹിസ്റ്റോറിയനോ ഡിസ്റ്റോർഷ്യനോ, ഹിസ്റ്ററിയെ ഡിസ്റ്റോർ ചെയ്യുന്ന എത്രയോ ചരിത്രകാരന്മാർ എല്ലാ കാലത്തും ഇപ്പോഴും ഒട്ടും കുറവില്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അഭിപ്രായങ്ങളാണ്, ഓരോരുത്തരുടെ അനുമാനങ്ങളാണ്. അങ്ങനെ അവരുടെ മനസ്സ് അങ്ങനെ ആയിരുന്നിരിക്കണം, അവരങ്ങനെ ആയിരിക്കും. ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ അവരങ്ങനെ ചിന്തിച്ച് ചെയ്യുമായിരുന്നിരിക്കാം. പക്ഷെ ഒരിക്കലും ഇത്രയും മഹത്തായ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സംഭവത്തിനെ കരിതേച്ച അതൊരു രാഷ്ട്രീയ നീക്കമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കരുവായിട്ട്, രാഷ്ട്രീയ ലാഭത്തിനായിട്ടൊരു കരു, അത് വലിയൊരു കഷ്ടവും സങ്കടവുമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തിരുമനസ് എല്ലാം പത്മനാഭൻ, എല്ലാം പത്മനാഭൻ, എല്ലാം പത്മനാഭൻ. മറ്റേ പത്മനാപുരം തന്നെ പത്മനാപുരം അല്ലായിരുന്നല്ലോ, കൽക്കുളമായിരുന്നല്ലോ. കൽക്കുളത്തിനെ മാറ്റി പത്മനാപുരമാക്കി. പിന്നെ എല്ലാം പിന്നെ സകലതും പത്മനാഭന. ഇത് സമർപ്പിക്കുന്നതിന് മുമ്പ് 2 കൊട്ടാരങ്ങൾ, പത്മനാഭപുരം കൊട്ടാരം ഉൾപ്പെടെ, അതും പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. എട്ടരയോഗത്തെ വിളിച്ച് ആ താക്കോൽ കൂട്ടം തൃപ്പടിദാനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരുമനസ് നാട് നീങ്ങുമ്പോൾ പോലും ആ സമയത്ത് അടുത്ത രാജാവകാശി കാർത്തിനാൾ രാമവർമ്മ തിരുമനസാണ്. പിന്നെ ധർമ്മരാജാവെന്ന് വിശ്വവിഖ്യാതനായ കാർത്തിനാൾ തിരുമനസിനെ വിളിച്ചടുക്ക് നിർത്തി 5 നിർദ്ദേശങ്ങളാണ് പറഞ്ഞ്. അതിലൊന്ന്, എപ്പോഴെങ്കിലും തിരുവിതാംകൂറിന് ഇനിയും ഏതെങ്കിലും വഴി നമുക്ക് ഭൂമിയോ നാടോ കിട്ടുകയാണെങ്കിൽ അതും പത്മനാഭ പെരുമാളിന് തൃപ്പടിദാനമായിട്ട് സമർപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മരിക്കുന്ന സമയത്തുള്ള 5 നിർദ്ദേശങ്ങളിൽ ഒന്നാണത്. അവിടെ എന്ത് പൊളിറ്റിക്കൽ ഗെയിനാണ് ഉദ്ദേശിച്ചത്? അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പറയാം. പറയുന്നവർ പറയും, വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. കുറേ പേര് വിശ്വസിക്കും, കുറേ പേര് പറയും, കുറേ പേര് തിരിച്ചു പറയും. അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതം.